വാട്സാപ്പിൽ ഇതാ വീണ്ടും പുതിയ കിഡിലൻ ഫീച്ചർ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബീറ്റ വെർഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു ഫീച്ചർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് വാട്സാപ്പിൻ്റെ ബീറ്റ പ്രോഗ്രാമിൽ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന പുതിയ ഫീച്ചറുകൾ അത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വാട്സാപ്പ് നിങ്ങളെ അറിയിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇപ്പോൾ വാട്സാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ് ആ ഫീച്ചർ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിനു പുറമെ വാട്സാപ്പിൽ നമ്മൾ സേവ് ചെയ്യുന്ന കോൺടാക്റ്റുകൾ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ വാട്സാപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ. പ്രൊഫൈൽ പിക്ചർ ഇതാ ഇവിടെ യു എന്ന ഭാഗത്താണുള്ളത്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വാട്സാപ്പിൻ്റെ മൊത്തം സെറ്റിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു പുതിയ ഫീച്ചർ കാണാൻ സാധിക്കും. ഏർലി ആക്സസ് ടു ഫീച്ചേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ജോയിൻ ദ ബീറ്റ പ്രോഗ്രാം എന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. വിത്ത് ദിസ് ഓൺ യു വിൽ ട്രൈ ന്യൂ വാട്സാപ്പ് ഫീച്ചേഴ്സ് ബിഫോർ ദേ ആർ റിലീസ്ഡ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് വാട്സാപ്പിൻ്റെ പുതിയ ഫീച്ചറുകൾ റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് തന്നെ അറിയിച്ചു തരുന്ന ഒരു ഫീച്ചറാണ് ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ ഇനി പുതിയ ഫീച്ചറുകളൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ടും അതുപോലെ തന്നെ മെസ്സേജുകളായിട്ടും ഒക്കെ വാട്സാപ്പ് നമ്മളെ അറിയിച്ചു തരും. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വാട്സാപ്പിൻ്റെ മെസ്സേജുകൾ വരും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോ രൂപത്തിലും മറ്റുമൊക്കെ നമുക്ക് എന്താണ് ഇനി വരാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കാണാനും സാധിക്കും. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ ഇനി വരാനിരിക്കുന്ന ഫീച്ചറുകളൊക്കെ എന്താണെന്ന് വാട്സാപ്പ് തന്നെ ഒഫീഷ്യലായിട്ട് നമുക്ക് അറിയിച്ചു തരും. ആ ഒരു ഫീച്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പച്ച കളറിൽ ഈ ഒരു ഐക്കൺ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കോൺടാക്റ്റ് സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ അല്ല എങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം വാട്സാപ്പിൽ ആരെങ്കിലും നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നും കോൾ വന്നാൽ അല്ലെങ്കിൽ മെസ്സേജ് വന്നാൽ അവരെ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. മെയിൻ കോൺടാക്റ്റിൽ അത് കാണില്ല. അത് കാണണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യണം. ഒരു പ്രാവശ്യം മാത്രം എനേബിൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ സേവ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മെയിൻ കോൺടാക്റ്റിലും കാണും. വീണ്ടും ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോൺടാക്ട്സ് എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ കോൺടാക്റ്റ് ലിസ്റ്റൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ എല്ലാ മെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും. ഇവിടെ ഓൾ കോൺടാക്ട്സ് എന്ന ഭാഗത്ത് 1372 നമ്പർ ഉണ്ട്. പിന്നെ അടുത്ത മെയിൽ ഐ ഡിയിൽ 144 നമ്പറാണ് അവിടെ സേവ് ആയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു മെയിൽ ഐ ഡിയിൽ 966 നമ്പർ ഉണ്ട്. അപ്പോൾ ഏത് മെയിൽ ഐ ഡിയിലുള്ള നമ്പറാണ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കാണേണ്ടത് അതാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു മെയിൽ ഐ ഡിയിലുള്ള നമ്പറുകൾ മാത്രമാണ് വാട്സാപ്പിൽ കാണിക്കുക. ഇനി ഓൾ കോൺടാക്ട്സ് സെലക്ട് ചെയ്താൽ എല്ലാ നമ്പറും വാട്സാപ്പിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു പുതിയ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ബീറ്റ വെർഷൻ അല്ലെങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ എങ്ങനെ ബീറ്റ വെർഷൻ ആക്കാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിലൂടെ നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പും ഒരൊറ്റ ക്ലിക്കിൽ ബീറ്റ വെർഷനാക്കി മാറ്റുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.